അതെങ്ങനെയുണ്ട്? അപ്പോൾ ഇന്ന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തുണ്ടാക്കുന്ന ആലോചിക്കുകയാണ്. കപ്സ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയാലോ? ചിക്കന്റെ ബേസിക് ക്ലീനിങ് ഒക്കെ അൻസലാണ് ചെയ്തത്. പുള്ളി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കയറാം. ഇവന്മാരെയൊക്കെ ഒരു ദയയില്ലാതെ കുനുകുനാ ചോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ 2 പച്ചമുളകും. ഇനി ബേസിക് സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റാം. ആ ടൈമിൽ നമുക്ക് ആ തക്കാളി അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ കണ്ടില്ലേ ഇങ്ങനെ. പിന്നെ ലേശം കപ്സ മസാല ഇല്ല, കൂടെ ഒരു ചിക്കൻ മസാല മതിയെന്ന് ചോദിച്ചാൽ കണ്ണു കുത്തി പിടിക്കുന്നേ. പൊലിവിന് ഇത്തിരി കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ചിക്കൻ ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിളപ്പിക്കാം. എന്നിട്ട് അരി, ഞാനിവിടെ 1.5 ഗ്ലാസ് അരി ആയിട്ടെടുത്തു. അപ്പൊ ഉമ്മച്ചിയുടെ ഗൈഡൻസ് പ്രകാരം 2 വിസിലാട്ടോ അടിക്കേണ്ടത്. അപ്പൊ 2 വിസിലൊക്കെ അടിച്ച് നമ്മൾ കപ്സ നല്ല മണമായിരുന്നു കേട്ടോ. ശരിക്കും നല്ല മണം ഉണ്ടായി. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ബിരിയാണിയിലൊക്കെ ഇഷ്ടം കപ്സയാ. ഉണ്ടാക്കാനും എളുപ്പം, തിന്നാനും നല്ല ടേസ്റ്റാ. ദ മൂമെന്റ് ഓഫ് ട്രൂത്ത് ആണ്. ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൻസർ കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഒക്കെ തന്നെ. ആണോ? കൊള്ളാവോ? ശരിക്കും